ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മമ്മി ആൻഡ് മിനീസ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ്, ഒരു 5 AM മോർണിംഗ് റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഫസ്റ്റ് കിച്ചണിലോട്ട് വന്ന ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം, അത് മസ്റ്റാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ തൊണ്ടയൊക്കെ ആകെ ഡ്രൈ ആയിട്ട് ഒരു ഉഷാറുണ്ടാവില്ല പിന്നെ അങ്ങോട്ട് ജോലി ചെയ്യാനാവുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ വയ്ക്കും. അതിലേക്ക് ഞാൻ ചിലപ്പം ജീരകം ഇടും, ചിലപ്പോൾ ഇഞ്ചി ഇട്ട് ചതച്ചിട്ട് കുടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ കോഫി ഉണ്ടാക്കി കുടിക്കും. അത് ഓരോ ദിവസത്തെ മൂഡ് പോലെ ഞാൻ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ജീരക വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് രാവിലത്തെ ഫുഡ് പ്രിപ്പറേഷനാണ്. രാവിലത്തെ ഫുഡ് പ്രിപ്പറേഷൻ മീൻസ് എൻ്റെ മോന് 6:20 ആകുമ്പോഴാണ് ഇവിടെ ബസ് വരുന്നത്. നിങ്ങൾക്കറിയാലോ, ദുബായിലൊക്കെ അത്യാവശ്യം നല്ല നേരത്തെയാണ്. ചിലപ്പോൾ 6 മണിക്ക് വരും, 5:45. ഓരോ സ്ഥലങ്ങളുടെ ഇതനുസരിച്ചിട്ടായിരിക്കും ബസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് 6:20 ഒക്കെ ആകുമ്പം ബസ് വരും. അപ്പോൾ ഒരു 5:45 എനിക്ക് എല്ലാം ഒതുക്കി തീർക്കണം, എന്നിട്ട് വേണം മോനെ എഴുന്നേൽപ്പിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ദോശയാണ്. അപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇനിയിപ്പോൾ ദോശ ഞാൻ ചെറിയ ചെറിയ മിനി ദോശയായിട്ടാണ് ചുടാറ്. കാരണം അവന് അതാണ് എളുപ്പത്തിൽ, ചെറിയ ചെറിയ ദോശയാകുമ്പോൾ എടുത്ത് ജസ്റ്റ് ചട്നിയിൽ മുക്കി അങ്ങ് കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവന് ബുദ്ധിമുട്ടായിരിക്കും കീറി കഴിക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ മിനി ദോശാസാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വെള്ളവും കുടിക്കുന്നുണ്ട്. ആദ്യം ഞാൻ തവയിലേക്ക് നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ തേച്ചതിന് ശേഷം പിന്നെ എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ദോശയാകുമ്പോൾ അവൻ കഴിച്ചോളും. ബാക്കിയൊക്കെ കഴിക്കാനൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഹാപ്പി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളും, മൊത്തം തന്നെ കഴിച്ചോളും കൊടുത്ത് വിടുന്നത്. അപ്പോൾ ഞാൻ ദോശയൊക്കെ എടുത്ത് ചുട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കും, എങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. കാരണം കുറച്ച് നേരം ഇരിക്കുമല്ലോ, എന്തായാലും കഴിക്കുമ്പം ഒരു 9:30 ഒക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ടൈമിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടിരുന്നില്ലെങ്കിൽ കഴിക്കാനും പാടായിരിക്കും. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ ഈ പാനിൽ നിന്ന് തെന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂണൊക്കെ എടുത്തിട്ട് അത് മറിച്ച് കൊടുക്കുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു ഫ്രൂട്ട് ബോക്സുമാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട് ബോക്സ് മസ്റ്റായിട്ടും കൊടുത്തു വിടണം. അപ്പം ഞാനിന്ന് ഫ്രൂട്ടായിട്ട് കൊടുക്കുന്നത് ആപ്പിളുമാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദോശയ്ക്ക് സൈഡായിട്ട് ഞാൻ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇവിടെ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം, ചെറുതായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചട്നി കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചട്നിയുടെ കൺസിസ്റ്റൻസി വേറൊരു രീതിയിലിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെടില്ല അത് കഴിക്കാനും ഒന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം മുളകും കുറച്ച് ഉള്ളിയും, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് അരച്ച പേസ്റ്റിലേക്ക് നമുക്ക് ബാക്കി മിച്ചം വന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. ചട്നി നോർമൽ തേങ്ങാ ചട്നി, പറഞ്ഞ പോലെ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചെറിയ കടുക്, കടുക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ കടുക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കടുക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് വറ്റൽമുളകും, ഞാൻ ഉള്ളിയല്ല കേട്ടോ ചേർത്തത്, സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്തിരിക്കുന്നത്. സവോളയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക്
അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചട്നിയും എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതൊക്കെ കൊടുത്തു വിടുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലി കഴിയും. പിന്നെ കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട് ബോക്സിലേക്ക് ഞാൻ ആപ്പിളാണ് കൊടുത്തു വിടുന്നത്. ആപ്പിളിൻ്റെ തൊലി ഞാൻ പീൽ ചെയ്ത് കളയുന്നുണ്ട്. തൊലി ഉണ്ടെങ്കിൽ അവന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ തൊലി ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനൊരു ആപ്പിൾ കട്ടറിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പണി കഴിയും. കുരുവൊക്കെ സെപ്പറേറ്റ് നമുക്കത് അതിൽ നിന്ന് അങ്ങനെ തന്നെ പൊയ്ക്കോളും. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു ചെറിയ ടിപ്പുണ്ടെന്ന് വെച്ചാൽ ഈ ആപ്പിൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു കളറ് മാറിയിട്ട് ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഈ ആപ്പിൾ അങ്ങോട്ടും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്പിളിൻ്റെ കളറ് മാറില്ല. ഇതൊരു ടിപ്പാണേ. അങ്ങനെയാണ് ഞാൻ ഡെയിലി ചെയ്യാറ്. കാരണം ഇതില്ലെങ്കിൽ സ്കൂളിൽ എത്തി അവിടെ ചെന്ന് 9:30 ആകുമ്പം ഇവിടെ നിന്ന് 6:20 പോകുന്ന ആളല്ലേ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും അത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ എടുക്കുമ്പോൾ അവന് ഒട്ടും തന്നെ ഇഷ്ടത്തോടെ ആയിരിക്കത്തില്ല കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നൊരു കളറ് ചേഞ്ച് ആവില്ല. അപ്പം ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് എടുത്താൽ മതി. അപ്പം ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദോശയും. പിന്നെ ഒരു ചെറിയ ബോക്സിൽ ഞാൻ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ, അത് ക്യാരറ്റാണ് അവന് കൂടുതൽ ഇഷ്ടം. ക്യാരറ്റ് ആകുമ്പോൾ അങ്ങ് കഴിച്ചോളും. കുക്കുംബറൊക്കെ വെച്ച് കൊടുത്താലും അവൻ കഴിക്കാൻ ചാൻസ് കുറവാണ്, കഴിക്കാറില്ല മിക്കപ്പോഴും. അതുകൊണ്ട് ഞാൻ ക്യാരറ്റാണ് മെയിനായിട്ടും എപ്പോഴും ഒരു വെജിറ്റബിൾ എന്നുള്ള രീതിയിൽ കൊടുത്തു വിടുന്നത് ക്യാരറ്റാണ്. പിന്നെ ഞാൻ ചട്നിയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോക്സ് നമുക്കിവിടെ റെഡിയായി. ഇനി അടുത്ത ബോക്സിലേക്ക് നമുക്ക് ആപ്പിൾ എടുത്തു കൊടുക്കാം. ഓൾറെഡി ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച ആപ്പിളാണ്. അത് ഞാൻ ഒന്നുകൂടി പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എടുക്കുമ്പോൾ ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പം അവൻ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ സെക്കൻഡ് ബോക്സും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയും കൊടുത്തു വിട്ടാൽ മതി. പിന്നെ ഉച്ചക്കത്തെ എന്തായാലും ഫുഡ് അവൻ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒരു ഫ്രൂട്ട് ബോക്സും ആണ് മസ്റ്റായിട്ടും കൊടുത്തു വിടേണ്ട 2 ഐറ്റംസ്. അപ്പോൾ ഞാനത് ഇങ്ങനൊരു കവറിലിട്ടിട്ടാണ് കൊടുക്കുന്നത്. ലഞ്ച് ബോക്സ് കവറിലിട്ടിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ വെള്ളവും നിറച്ച് ബാഗിൽ വെച്ച് കൊടുക്കും. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യും ബാഗിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ഡബിൾ കൺഫേം ചെയ്തിട്ടേ ഞാൻ എല്ലാം ആക്കുകയുള്ളൂ. അതിനുശേഷം അവനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, റെഡിയാക്കി കുളിപ്പിച്ച് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് താഴത്തേക്ക് പോകുമ്പം ഞങ്ങൾ ബേബീനെ കൂടെ കൂട്ടും. കാരണം രാവിലത്തെ ആ ഒരു വൈബ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ മോൻ എഴുന്നേൽക്കുന്ന സമയത്ത് ബേബിയും എഴുന്നേൽക്കും. അപ്പോൾ അവനും ഇഷ്ടമാണ് ഇങ്ങനെ രാവിലത്തെ ഈ ഒരു റൈഡ്. താഴത്തേക്ക് കൊണ്ടുപോയി ചേട്ടനെ ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.